ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അശ്വിൻ ശ്രുതിയെ മനസ്സിലാക്കാനും ശ്രുതിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ശ്രുതി തന്റെ പ്രണയം തിരിച്ചറിഞ്ഞു. അശ്വിനോട് തനിക്ക് പ്രണയമാണെന്നും എവിടെ നോക്കിയാലും അശ്വിന്റെ ഓർമ്മകളാണ്, അശ്വിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രുതി സ്വപ്നങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരാഴ്ച വളരെ നമ്മുടെ നിർണായക ദിവസങ്ങളാണ്. അശ്വിന്റെയും ശ്രുതിയുടെയും വിവാഹമാണോ അതോ ശ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹമാണോ നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നു. എന്തായാലും അശ്വിൻ്റെ പ്രണയം ശ്രുതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അശ്വിനോട് തനിക്ക് എത്രത്തോളം പ്രണയമുണ്ട്, താൻ എത്രത്തോളം സ്നേഹിക്കുന്നു. ഒരിക്കലും അശ്വിൻ്റെ ഓർമ്മകൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാവാം, അശ്വിൻ സാറിനെ ഞാൻ കാണുന്നത് കൊണ്ട്, അയാളെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം ശ്യാമിൻ്റെ കല്യാണം വീട്ടുകാർ പറയുമ്പോൾ മുഴുവൻ ഞാൻ തട്ടിത്തെറിപ്പിക്കുന്നതും ശ്യാമിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കാത്തതും ഇതുകൊണ്ടാകാം എന്നൊക്കെ ശ്രുതിയുടെ മനസ്സിൽ ഒരു ചിന്തകളുണ്ട്. അങ്ങനെ ശ്രുതി തൻ്റെ വീട്ടിലോട്ട് പോവാണ്. എങ്കിലും അശ്വിനെ മറക്കാനോ ഒന്നും ശ്രുതി തയ്യാറല്ല. ഇതിനിടയിൽ വീട്ടിൽ ചെല്ലുമ്പോൾ പോലും വീട്ടുകാരെ ശ്യാമിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്യാമിൻ്റെ നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം, നിങ്ങളുടെ വിവാഹം സന്തോഷത്തോടെ നടത്തി നിങ്ങളുടെ ജീവിതം നല്ലതോടെ മുന്നോട്ട് പോകണം, നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടാകില്ല, ഇതുപോലെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾ ഇനി വേറെ കാണത്തില്ല എന്നൊക്കെ അവിടെ ശ്രുതിയോട് തൻ്റെ അമ്മയും അച്ഛനും അമ്മയും അമ്മായിയൊക്കെ പറയുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ഒരിക്കലും ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ശ്രുതി ഇങ്ങനെ തൻ്റെ ടെൻഷനും സന്തോഷവും സങ്കടവും എല്ലാം വരുമ്പോൾ ശ്രുതി ചെയ്യുന്നത് ഒരുപാട് ജിലേബി ഉണ്ടാക്കുക എന്ന കാര്യമാണ് ശ്രുതി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി തൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്, അശ്വിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെയും അശ്വിൻ്റെ വിവാഹം കഴിഞ്ഞ് അശ്വിന് താൻ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അശ്വിൻ്റെ കൂടെ താൻ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്ന് ശ്രുതി തൻ്റെ മനസ്സിൽ ഓർക്കുവാണ്. അതേസമയം തന്നെ ശ്യാമുമായിട്ട് താൻ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ശ്യാമുമായിട്ട് ഇടപഴകാൻ പോകുന്നത്, ശ്യാമിനോട് തനിക്ക് എത്രത്തോളം സ്നേഹമുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും കൂടെ ശ്രുതിയുടെ വിവാഹം കഴിയുമ്പോഴുള്ള അവസ്ഥ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പകല് പോലും ശ്രുതി ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ശ്രുതിയുടെ വീട്ടിൽ നടക്കുമ്പോഴും മറ്റൊരു അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രുതി അത് തനിക്ക് അശ്വിനെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുന്നില്ല. എങ്കിലും അശ്വിൻ അടുത്ത് വരുമ്പോഴെല്ലാം തൻ്റെ ആ ഒരു ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ശ്രുതി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അഞ്ജലി പറഞ്ഞത് പ്രകാരം ചെടി നടാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുവാണ്. അപ്പോൾ അശ്വിൻ്റെ ആ ഒരു പൂന്തോട്ടത്തിലുള്ള മണ്ണെടുത്ത് ശ്രുതി കുറച്ച് മണ്ണെടുത്ത് അപ്പുറത്തോട്ട് മാറ്റിയിടുവാണ്. അപ്പോൾ കയ്യിലാണ് മണ്ണിങ്ങനെ കോരിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ മണ്ണ് കോരിക്കൊണ്ട് പോകുന്ന സമയത്ത് തറയിലെല്ലാം മണ്ണ് വീഴുന്നുണ്ട്. അപ്പോൾ ശ്രുതി പോകുന്ന വഴിയിലെല്ലാം മണ്ണ് വീണ് കിടക്കുവാണ്. ഇത് അശ്വിൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതെന്താ ഇവിടെ അത്രയും മണ്ണ്, ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന സമയത്താണ് ശ്രുതി മണ്ണും കൊണ്ടുവരുന്നത്. ഇതുണ്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്നു. ഇവളെന്തിനാ ഈ വീട് മുഴുവൻ മണ്ണാക്കുന്നത്, അങ്ങനെ മണ്ണാണോ നീ ഇവിടെ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്, എത്ര ക്ലീൻ ആയിട്ട് കിടന്ന സ്ഥലമാണ്, നീ ഇങ്ങനെ വൃത്തിയേടാക്കിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ആ മണ്ണ് പെട്ടെന്ന് പേടിച്ച് ശ്രുതിയുടെ കയ്യിൽ നിന്നും ദേഹത്തൂടെ വന്ന് വീഴുവാണ്. എന്തായാലും ഇന്ന് ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡ് കൂടി ശ്രുതിക്ക് ആരെയാണ് ഇഷ്ടം, ശ്രുതി ആരെയാണ് തൻ്റെ ജീവിതത്തിലോട്ട് സ്വീകരിക്കാൻ പോകുന്നത്, താൻ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന ആ ഒരു ചോദ്യത്തിനുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിനായുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എന്തായാലും ഈ ഒരാഴ്ചത്തോടു കൂടി കിട്ടും. എന്തായാലും ശ്യാമിൻ്റെ ചതി പുറത്താകുമോ ഇല്ലയോ എന്ന് ശ്യാമിൻ്റെ രഹസ്യം അറിയാവുന്ന ഒരാളാണ് അശോകൻ. എന്നാൽ അശോകൻ ഇപ്പോൾ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇതോടുകൂടി ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. ശ്യാമിന്റെ ചതി എല്ലാം പുറത്താകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുമാത്രമല്ല അശ്വിനെയാണോ ശ്യാമിനെയാണോ ശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിനും കിട്ടും. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കാണാൻ അറിയാം. അതുവരേക്കും ബൈ.